ഭർത്താവിന്റെ മരണശേഷം സവിത സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് തന്റെ ഏക മകനായ ആകാശിലൂടെയായിരുന്നു. അവനെ പഠിപ്പിച്ച് ഒരു നിലയിലേക്ക് എത്തിച്ച് പുതിയൊരു ജീവിതം പടുത്തുയർത്താമെന്ന ആഗ്രഹത്തിലായിരുന്നു അവർ. എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം അസ്തമിച്ചത്. ചേതനയറ്റ് കിടക്കുന്ന തന്റെ ഏക മകന്റെ ശരീരം കണ്ട് അലറി വിളിച്ച് കരയുന്ന ആ പെറ്റമ്മയുടെ കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല. എങ്ങനെ സഹിക്കാനാകുമിത്? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥി കൊളച്ചേരി ചേലേരിയിലെ പി ആകാശ് എന്ന 20കാരൻ അതിദാരുണമായി മരണപ്പെട്ടത്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷപ്പെട്ടേക്കാവുന്ന സുവർണ നിമിഷങ്ങളാണ് ചിലരുടെ തർക്കത്തിനിടെ അവിടെ ഇല്ലാതായത്. അടിയന്തര ചികിത്സ ലഭ്യമാകുമായിരുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് തൊട്ടരികിലാണ് സംഭവം നടക്കുന്നത്. 15 മിനിറ്റോളം തലയിൽ നിന്ന് രക്തമൊഴുകി കിടന്നപ്പോഴും അവന്റെ ജീവൻ പൊലിയുന്നത് ആരും ശ്രദ്ധിച്ചില്ല. എന്നത്തെയും പോലെ അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂട്ടറുമെടുത്ത് കോളേജിലേക്ക് പോയതായിരുന്നു ആകാശ്. തുടർന്ന് വാഹനം പാപ്പിനിശ്ശേരി വേളാപുരത്തെത്തിയപ്പോൾ അമിത വേഗതയിലെത്തിയ ഒരു KSRTC ബസ് ആകാശിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തങ്ങളുടെ ബസ് ഇടിച്ചല്ല അപകടം സംഭവിച്ചത് എന്ന ബസ് ജീവനക്കാരുടെ നിലപാടാണ് ജീവൻ രക്ഷിക്കാനുള്ള ആ നിർണായക നിമിഷത്തെ ഇല്ലാതാക്കിയത്. 15 മിനിറ്റോളം ഈ തർക്കം തുടർന്നതിന് ശേഷമാണ് അവിടെ കൂടിയ ആളുകൾ ചേർന്ന് തൊട്ടടുത്തുള്ള പാപ്പിനിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആകാശിനെ എത്തിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് ആകാശ് സഞ്ചരിച്ച വാഹനത്തിൽ ഇടിക്കുന്നത്. ബസ് ഡ്രൈവറെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കോളേജിന് 1.5 കിലോമീറ്റർ അകലെ വേളാപുരത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് കയറുന്നതിനിടെ പാപ്പിനിശ്ശേരി LP സ്കൂളിന് സമീപമാണ് അപകടം നടന്നത്. കോളച്ചേരി വളവിൽ ചേലേരി തെക്കേക്കരയിൽ ആകാശ് വിഹാറിലെ പരേതനായ M മധുസൂദനന്റെ മകനാണ് ആകാശ്. ഇന്ന് രാവിലെ 9:30 പോളിടെക്നിക് കോളേജിൽ ആകാശിന്റെ മൃതദേഹം പൊതുദർശനത്തിനു ശേഷം 10:30 വീട്ടിലെത്തിച്ച് കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. എന്തായാലും ഏക മകന്റെ വിയോഗം സഹിക്കാനാവുന്നതല്ലെങ്കിൽ പോലും കരുത്തോടെ മുന്നോട്ടു പോകാൻ ആ അമ്മയ്ക്ക് കഴിയട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.